നിങ്ങൾ എന്തിനും അമ്മ എന്നെ പറഞ്ഞു വിട്ട അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. അതാ എന്നെ കൊലക്ക് കൊടുക്കാനാ. മാമ എത്ര പോലീസിനെ പേടിച്ചെന്നറിയാമോ മാമ ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ പോണത് തേരാപ്പാരായിട്ട്? എന്റെ കയ്യിരിക്കണ പൊതി എന്തിനാണ്? എന്തരാണെന്ന് ഇനി ഡാക്ടർക്ക് അല്ലേ അറിയാവൂ. എന്റെ പൊന്നു മാമ, ഈ മരുന്നും കൊണ്ട് പോകുമ്പോഴത്തേക്ക് എന്നെ പോലീസ് പിടിക്കൂലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എടാ ചെറുക്ക, എന്തിനാടാ മരുന്നും കൊണ്ട് പോകുമ്പോ പോലീസ് ഓടിക്കുന്നത്? എന്റെ പിള്ളേരെ ഭാഗ്യോ, എന്റെ പെണ്ണും പിള്ളേരെ ഭാഗ്യോ, എന്റെ ഭാഗ്യോ. എങ്ങനെ എന്റെ മനസ്സിൽ എന്റെ കണ്ണിലാ തോന്നി ഞാൻ അത് വായിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇല്ല ഞാൻ അകത്ത് കിടക്കൂലേ മാമ. എന്തൊരു മാമ ചുമ്മാ ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമരിൽ ജീവിത ഭാരം. എടായി പ്രാട്ടിയേ എന്തിനാ എന്തൊരു പാട്ടടാ പാടിക്കൊണ്ടിരിക്കുന്നേ? ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ ചുടലവരെ. എങ്ങനെയുണ്ടോ അമ്മ? നിന്നെ മിക്കവാറും ഞാൻ ചുടലയിൽ വിടും. എന്തോ അമ്മ? എന്തിനാണ് ഇപ്പം എന്തിനാണ് നിനക്ക് പറ്റിയത്? മാമ ജീവിതഭാരം, മാമ ജീവിതഭാരം. എല്ലാ ഭാരവും എൻ്റെ തലയിലല്ലേ അമ്മ? എല്ലാ ഭാരവും നിന്റെ തലയിലാണെങ്കിലും വേല ചെയ്യാൻ പോണതും പൈസ ഇറക്കണതും അവളല്ലേടാ പാപം, നിന്റെ പെണ്ണ്. മാമ എന്നിരുന്നാൽ പോലും ഞാൻ എല്ലാം ഇതെല്ലാം നോക്കി നടത്തേണ്ടത് എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റുമോ മാമ? ഓ, നോക്കി നടത്തുന്ന കാര്യം വലിയ പാട് തന്നെയല്ലേ. എന്തെങ്കിലും ഒരു ജോലിക്കൊക്കെ പോകണം മാമ. എടേ എൻ്റെ മുഖത്തോട്ട് നോക്ക്. പറയും മാമ. അതിന് വേണ്ടിയല്ലേടാ കഴിഞ്ഞ ആഴ്ച ഒരു ശുപാർശ കത്തും തന്ന് ഞാൻ ജായ് ജാക്കബിൻ്റെ അങ്ങോട്ട് നിന്നെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്തിനും അമ്മ എന്നെ പറഞ്ഞു വിട്ട അവിടെ ജോലി ചെയ്യാൻ വേണ്ടി. അതാ എന്നെ കൊലക്ക് കൊടുക്കാനാ? കൊലയ്ക്ക് കൊടുക്കാനാ? എന്താടാ ഇറക്കാ? എൻ്റെ മാമ അവിടുത്തെ ജോലി എന്തിനാണ് എനിക്ക് തന്നതൊക്കെയാണ് അവിടെ? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏസി മുറിക്കകത്ത് അങ്ങാര് തരണ പൊതി എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കണം. തിരിച്ച് അവിടുന്ന് ആ പൈസ വാങ്ങിച്ച് തിരിച്ച് ഡാക്ടറെ കൊണ്ട് കൊടുക്കണം. എൻ്റെ മാമ പാർസൽ ഓഫീസിൽ പോയി അവർ തരണ പൊതി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കണം. അങ്ങനെ പറ അലമാരിക്കകത്ത് വെക്കാൻ പറയും. അതെന്നിട്ട് പൊട്ടിച്ച് കൊച്ചു കൊച്ചു കവറിലാക്കി അവിടെ വെക്കണം. എന്നിട്ട് അവരൊരു ലിസ്റ്റ് തരും ഓരോ അഡ്രസ്സിൽ. ഇതെല്ലാം കൊണ്ട് അവിടെ കൊടുക്കണം. അതിനെന്ത് കുഴപ്പമുണ്ടല്ലോ, കൊണ്ട് കൊടുക്കണം. ഇതെങ്ങനെയാ അമ്മ ഞാൻ കൊണ്ട് കൊടുക്കണത്? അതിനാണല്ലോ അവിടുന്ന് ഒരു സ്കൂട്ടർ തന്നിരിക്കുന്നത്. ഈ സ്കൂട്ടറിൽ ഈ പൊതിയും കൊണ്ട് പോകണം. മാമ എത്ര പോലീസിനെ പേടിച്ചെന്നറിയാമോ മാമ ഞാൻ ഈ വണ്ടിയിൽ ഇങ്ങനെ പോണത് തേരാപ്പാരായിട്ട്? ചെറുക്കാൻ നിന്റെ കവാല കുറ്റിയെ ഞാൻ അടിച്ച് നെരിച്ച് കളയും. കണ്ട, അപ്പൊ മാമൻ വരെ ഞാൻ ഇത് കൊണ്ടുപോകണതിന് എതിരാണ്. അപ്പൊ ഞാൻ ഇത് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ടല്ല കവാല കുറ്റി അടിക്കാന്ന് പറഞ്ഞോ അമ്മ? അതുകൊണ്ടല്ലടാ. പിന്നെന്തിന്? എടാ നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞില്ല ലൈസൻസ് പുതുക്കണമെന്ന്. മാമ ലൈസൻസ് ഒക്കെ പുതുക്കി മാമ. പിന്നെന്തൊരു പറ്റി? എന്റെ കയ്യിരിക്കണ പൊതി എന്തരാണെന്ന് ഇനി ഡാക്ടർക്ക് അല്ലേ അറിയാവൂ. എന്റെ മാമ മരുന്നല്ലേ അത്? മരുന്ന്. ഡാക്ടർമാർ പിന്നെ മരുന്നല്ലാതെ പിന്നെ ചാരായം തന്നു വിടുവോടാ? എന്റെ പൊന്നു മാമ, ഈ മരുന്നും കൊണ്ട് പോകുമ്പോഴത്തേക്ക് എന്നെ പോലീസ് പിടിക്കൂലെന്നാണ് ഞാൻ ചോദിക്കണത്. എടാ ചെറുക്ക, എന്തിനാടാ മരുന്നും കൊണ്ട് പോകുമ്പോ പോലീസ് ഓടിക്കുന്നത്? എന്റെ മാമ ഈ മരുന്നെന്ന് പറഞ്ഞ എന്തിനാണ്? മരുന്നെന്ന് പറഞ്ഞാൽ മരുന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാൻ വയ്യ മാമ. ഞാൻ ഒരാഴ്ച അവിടെ ജോലി ചെയ്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ നിർത്തി, എനിക്കിനി ജോലി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഉള്ള ശമ്പളം തന്നു വിട്ടു. നിനക്ക് ജോലി ചെയ്യാനുള്ള മടി അല്ലാതെ പിന്നെന്തര്? എന്റെ മാമ ജോലി ചെയ്യാനുള്ള മടിയല്ല, പിന്നെന്തര് നോട്ടി? ഞാൻ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഞാൻ വായിച്ചു. അതെന്തര്? എന്തോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നല്ലേ എഴുതി വെച്ചേക്കുന്നേ? അങ്ങനെ പേരെന്തരാണ്? ജോയ് ജാക്കബ്. ജോയ് ജാക്കബ് എന്ന് മാത്രമല്ല പിന്നെന്തര്? എന്റെ മാമ ഞാൻ നോക്കിയപ്പോ ജോയ് ജാക്കബ് MD MA. അതിന് നിനക്കെന്തരേ മാമ? MD MA എന്ന് പറഞ്ഞാൽ എന്തിനോ മാമ? എന്തരടാ എന്തരേ? എൻ്റെ മാമ ജോയ് ജേക്കബ് MD MA. അവിടെയാണ് ഞാൻ ജോലി ചെയ്തത്. എൻ്റെ പിള്ളേരെ ഭാഗ്യോ, എൻ്റെ പെണ്ണും പിള്ളേരെ ഭാഗ്യോ, എൻ്റെ ഭാഗ്യോ. എങ്ങനെ എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിലാ തോന്നി ഞാൻ അത് വായിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇല്ല ഞാൻ അകത്ത് കിടക്കൂലേ മാമ? എടാ ചെറുക്ക, ജോയ് ജേക്കബ് MD MA എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എനിക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ അത് ലഹരി വരുന്നല്ലേ? എനിക്ക് പാടാ. പിന്നെ ജോയ് ജേക്കബ് അവിടുത്തെ MD, MA എന്ന് പറഞ്ഞാൽ അങ്ങാരെ ഡിഗ്രി. എന്തിനാ
എടാ ജോയി ജേക്കബ് MD MA എന്ന് പറഞ്ഞ അങ്ങാരെ പദവിയും ഡിഗ്രിയും തന്നെ വാ